നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സയൻ. ദിസ് ഈസ് ശ്യാം എസ് സുന്ദർ വിത്ത് യു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം 2026 ജനുവരി മാസം 24-ാം തീയതി നറുക്കെടുപ്പിന് വെച്ചിരിക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ആർക്കാണ് അടിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പം എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പം ആദ്യം ഈ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനുവരി മാസം 24-ാം തീയതിയാണ് നറുക്കെടുപ്പ് വരുന്നത്. ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 20 കോടി രൂപയാണ്. രണ്ടാം സമ്മാനം എന്ന് പറയുന്നത് 20 പേർക്ക് 1 കോടി രൂപ വെച്ച്. അപ്പോൾ ഏജൻറ്റ് ഉൾപ്പെടെ ടോട്ടലി 22 പേര് കോടീശ്വരരാകാൻ പോകുന്ന ദിവസമാണ് 24 ജനുവരി മാസം, അതായത് ഈ മാസം 24-ാം തീയതി. അപ്പോൾ ഒരു കോടീശ്വരനല്ല, 22 കോടീശ്വരന്മാരുണ്ടാകാൻ പോവുകയാണ് 24-ാം തീയതി. അതുപോലെ മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് 10 ലക്ഷം വെച്ച് 20 പേർക്ക്. നാലാം സമ്മാനം 3 ലക്ഷം വെച്ച് 20 പേർക്ക്. അഞ്ചാം സമ്മാനം 2 ലക്ഷം വീതം 20 ആൾക്കാർക്ക്. പിന്നെ 6 മുതൽ 10-ാമത്തെ സമ്മാനം വരെയുള്ളത് 5000, 2000, 1000, 500, 400 ഇങ്ങനെയൊക്കെയാണ് ആ സംഖ്യകൾ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് 2026 ജനുവരി മാസം 24-ാം തീയതി ഈ നറുക്കെടുപ്പിന് വെച്ചിരിക്കുന്ന ഈ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ആർക്കാണ് അടിക്കുന്നത്, ഏത് രാശിക്കാർക്കാണ് അതിനുള്ള ഭാഗ്യം എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 6 രാശിക്കാർക്ക് ആണ് ഇവിടെയാണെങ്കിൽ അതിൻ്റെ സാധ്യത കാണുന്നത്. ഈ 6 അതായത് നമുക്ക് രാശിചക്രത്തിൽ 12 രാശി ഉണ്ടെങ്കിലും അതിലെ 6 രാശിയിൽപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും ഈ ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനവും അടിച്ച് കോടീശ്വര യോഗത്തിലേക്ക് കടക്കുവാൻ സാധിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് അടിക്കുമായിരിക്കാം, പക്ഷേ ഈ കോടീശ്വര യോഗത്തിലേക്ക് വരുന്ന ഒന്നാം സമ്മാനം 20 കോടിയും രണ്ടാം സമ്മാനമായിട്ടുള്ള 20 പേർക്കുള്ള 1 കോടി രൂപ വീതവും ഈ പറയുന്ന 6 രാശിക്കാർക്ക് മാത്രമായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ കോടീശ്വര യോഗം സംഭവിക്കാൻ പോകുന്ന രാശി എന്ന് പറയുന്നത് ആദ്യത്തെ രാശി ഇടവം രാശിയാണ്. അപ്പം ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം. അപ്പോൾ ഗ്രഹസ്ഥിതി നമ്മൾ ജനുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ നമ്മൾ പഴയ വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. വ്യാഴം എന്ന് പറയുന്നത് മീനം രാശിയിൽ, ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ധനസ്ഥാനത്ത് 2-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ശനി എന്ന് പറയുന്ന മീനം രാശിയിലാണ്, അവരുടെ 11-ാം ഭാവത്തിലെ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. രാഹു കേതുക്കൾ യഥാക്രമം അവർക്ക് കുംഭത്തിലും ചിങ്ങത്തിലുമായിട്ട് സഞ്ചരിക്കുന്നു. അപ്പം ഇതാണ് 2026-ലെ രാശിഫല, അതായത് രാശിചക്രത്തിൽ ഈ ഗ്രഹങ്ങളുടെ പൊസിഷൻ എന്ന് പറയുന്നത്. കൂടാതെ ഇവിടെ ഈ മാസം, അതായത് ജനുവരി മാസത്തിൽ തന്നെ ജനുവരി മാസം 13-ാം തീയതി, അതായത് കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് 13-ാം തീയതി ശുക്രൻ, സൂര്യൻ 14-ാം തീയതി, അതുപോലെ 16-ാം തീയതി മാർസ് അല്ലെങ്കിൽ ചൊവ്വ, 17-ാം തീയതി മെർക്കുറി അല്ലെങ്കിൽ ബുധൻ, ഈ 4 ഗ്രഹങ്ങളും മകരം രാശിയിലേക്ക് വന്ന് അവിടെ ചതുർഗ്രഹ യോഗം സംഭവിക്കും. അതൊരു വലിയൊരു യോഗമാണ്. 4 ഗ്രഹങ്ങൾ ഒരു രാശിയിൽ വരുന്നത് ചതുർഗ്രഹ യോഗം എന്ന് പറയും. ഈ ചതുർഗ്രഹ യോഗം സംഭവിക്കാൻ പോകുന്ന മകരം രാശിയിൽ. അപ്പം ഓൾറെഡി ശുക്രൻ മകരം രാശിയിൽ എത്തിക്കഴിഞ്ഞു. അതുപോലെ സൂര്യൻ മകരം രാശിയിലേക്ക് എത്തിക്കഴിഞ്ഞു 14-ാം തീയതി. ഇനിയും 16-ാം തീയതി ചൊവ്വയും 17-ാം തീയതി ബുധനും വരുമ്പോൾ ആ ചതുർഗ്രഹ യോഗം പരിപൂർണമാകും അവിടെ മകരം രാശിയിൽ. അപ്പം ശരിക്കും ഗോചരത്തിൽ ചതുർഗ്രഹ യോഗം വരുമ്പോൾ കേന്ദ്ര ത്രികോണ രാശികളിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ കേന്ദ്ര ത്രികോണ രാശി എന്ന് പറയുന്നത് ഏതൊക്കെ രാശിക്കാർക്കാണ് വരുന്നത്, തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ അനുകൂല ഫലങ്ങൾ ഉണ്ടാകുമെന്നൊരു ശാസ്ത്രമുണ്ട്. അപ്പം കേന്ദ്ര ത്രികോണ രാശി എന്ന് പറയുന്നത് ചന്ദ്രലഗ്നം ഗണിക്കുമ്പോൾ 1, 4, 7, 10 മൂല ത്രികോണ രാശിയായിട്ടുള്ള 5, 9 ഇതായിരിക്കും കേന്ദ്ര ത്രികോണ രാശികളെന്ന് പറയുന്നത്. അപ്പോൾ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മകരം രാശിയിലുണ്ടാകുന്ന ഈ ചതുർഗ്രഹ യോഗം എന്ന് പറയുന്നത് അവരുടെ ഭാഗ്യസ്ഥാനമായ 9-ലാണ് സംഭവിക്കുന്നത്, മകരം രാശിയിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും
ഒന്നാമത് അവർക്ക് വ്യാഴവും ശനിയുമൊക്കെ ഏറ്റവും മികച്ച സ്ഥാനത്താണ്, ലാഭസ്ഥാനത്തും ധനസ്ഥാനത്തുമാണ് നിൽക്കുന്നത്. കൂടാതെ ഈ ചതുർഗ്രഹ യോഗവും കൂടി സംഭവിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഈ ഇടവം രാശിക്കാർക്ക് അവർക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടാകാനുള്ള സാധ്യത ആദ്യത്തെ രാശിക്കാർ അവരായിരിക്കും. അതായത് ഒന്നാം സമ്മാനമോ അല്ലെങ്കിൽ രണ്ടാം സമ്മാനമായിട്ടുള്ള ഒരേ കോടി രൂപയിൽ വരുന്ന വ്യക്തികളോ ഈ ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികളാകാനുള്ള സാധ്യത ഇവിടെയുണ്ട്. അതാണ് ആദ്യത്തെ രാശിക്കാർ, ഇടവം രാശിക്കാർ. നക്ഷത്രങ്ങൾ: കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പാദം. അടുത്തതായിട്ട് വരുന്ന രാശിക്കാരാണ് മിഥുനം രാശിക്കാർ. അപ്പോൾ മിഥുനം രാശി വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തിൻ്റെ അവസാനത്തെ പകുതി, തിരുവാതിര, പുണർളം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. അപ്പോൾ ഈ മിഥുനം രാശിക്കാരുടെയും ഗ്രഹനില നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മിഥുനം രാശിയുടെ ജന്മത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതായത് മിഥുനം രാശിയുടെ സ്വന്തം വീട്ടിൽ വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകത, വ്യാഴം എന്ന് പറയുന്ന ഒരു ഗ്രഹം മാത്രം അത് ഏത് രാശിയിൽ പോകുന്നുവോ ആ രാശി അത് അടക്കി ഭരിക്കും. എന്ന് വെച്ചാൽ വ്യാഴം ഏത് രാശിയിലെത്തുന്നുവോ ആ രാശാധിപൻ്റെയോ രാശിയുടെയോ ഒരു ഗുണങ്ങളും അത് അബ്സോർവ് ചെയ്യത്തില്ല. മറിച്ച് തൻ്റെ സ്വഭാവം എന്താണോ ആ സ്വഭാവം ആ രാശിയിൽ രാശാധിപനും നൽകും. അപ്പം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം തീർച്ചയായിട്ടും അറിയാം, പ്രോസ്പെറിറ്റിയുടെയും പോസിറ്റിവിറ്റിയുടെയും ധനധാന്യ സമ്പൽ സമൃദ്ധിയുടെയും ആർഭാടത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കാരകത്വം വ്യാഴത്തിന് തന്നെയാണ്. അപ്പം വ്യാഴം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ലഗ്നത്തിലാണ് നിൽക്കുന്നത്, മിഥുനം രാശിയിലാണ് നിൽക്കുന്നത്. അപ്പം വ്യാഴം തീർച്ചയായിട്ടും അവരുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഗുണ അനുഭവങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെ അവരുടെ 9ൻ്റെ ആധിപത്യമുള്ള ഭാഗ്യാധിപനായിട്ടുള്ള ശനി 10ലാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായും കർമ്മസ്ഥാനം പുഷ്ടിപ്പെടും. ഒന്നും. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചതുർഗ്രഹ യോഗം സംഭവിച്ചിരിക്കുന്ന മകരം രാശി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ മിഥുനം രാശിയുടെ അധിപൻ ബുധനാണ്. അപ്പം ബുധൻ്റെ സുഹൃത്താണ് ശനി എന്ന് പറയുന്നത്. അപ്പം ശനിയുടെ ക്ഷേത്രത്തിലാണ് ചതുർഗ്രഹ യോഗം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ശനി ഇവർക്ക് ഭാഗ്യാധിപനായതുകൊണ്ട് ശനിയുടെ ക്ഷേത്രത്തിൽ ആരൊക്കെ കൂടിച്ചേർന്നാണ് ചതുർഗ്രഹ യോഗം ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഗ്രഹങ്ങൾ മുഴുവനും ഈ മിഥുനം രാശിക്കാർക്ക് അനുകൂലമായിട്ട് ഭവിക്കും ഈ 15-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള സമയത്ത്. അപ്പം നമുക്ക് നറുക്കെടുപ്പ് വരുന്ന 24-ാം തീയതിയാണ്. അപ്പം തീർച്ചയായിട്ടും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മിഥുനം രാശിക്കാർക്ക് ഈ ലോട്ടറി ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ഒന്നാം സമ്മാനമോ രണ്ടാം സമ്മാനമോ ലഭിക്കുന്ന കൂട്ടത്തിൽ മിഥുനം രാശിക്കാരും അതിൽ ഉൾപ്പെടും. അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അടുത്തതായിട്ട് ഈ 24-ാം തീയതി നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമോ രണ്ടാം സമ്മാനമോ ലഭിച്ച് കോടിപതിയാകുവാൻ പോകുന്ന രാശിക്കാരെന്ന് പറയുന്നത് കന്നി രാശിക്കാരാണ്. കന്നി രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 10ലാണ്. കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം 10ലാണ്. കർമ്മസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അതുപോലെ ശനി നിൽക്കുന്നത് കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം 7ലാണ്. കണ്ടകശനി എന്ന് പറയുമെങ്കിൽ പോലും വ്യാഴക്ഷേത്രത്തിലാകേണ്ടത് കണ്ടകശനിയായിട്ട് ബാധിക്കത്തില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചതുർഗ്രഹ യോഗം എന്ന് പറയുന്നത് കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ പരിപൂർണമായിട്ടും ഫലം ഉണ്ടാകുന്നത്. അപ്പം കന്നി രാശിക്കാരെ വെച്ച് നോക്കുമ്പോൾ കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം 5 ത്രികോണ രാശിയിലാണ് ഈ വരുന്ന ചതുർഗ്രഹ യോഗം സംഭവിക്കുന്നത് കന്നി രാശിക്കാർക്ക്. അപ്പം തീർച്ചയായിട്ടും കന്നി രാശിക്കാർക്കും ഈ പറഞ്ഞ പോലെ 24-ാം തീയതി ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ലഭിക്കുവാനുള്ള ഭാഗ്യമുള്ള രാശിക്കാർ തന്നെയാണ് കന്നി രാശിക്കാർ. അപ്പം കന്നി രാശിക്കാരെങ്കിലും ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലത്. അതല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്കും പോയി ഒരു ടിക്കറ്റ് എടുത്ത് ഫലം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പറയുന്ന 12 രാശിയിൽ 6 രാശിക്കാർക്ക് മാത്രമാണ് ഈ ഫലങ്ങളുള്ളത്. അപ്പോൾ ഈ 6 രാശിക്കാർ നിങ്ങൾ എടുത്തെങ്കിൽ ഓക്കെ. അതല്ല ഈ 6 രാശിയിൽ അല്ലാതെ ഉള്ള മറ്റ് 6 രാശിയുള്ള ആൾക്കാർ ടിക്കറ്റ് എടുത്തെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ
അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോ ആരെങ്കിലും ഞാൻ ഈ പറയുന്ന രാശികളിൽപ്പെട്ടവരാണെങ്കിൽ അവരെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിക്കുക. അപ്പം തീർച്ചയായിട്ടും അതിനൊരു ഫലം കിട്ടാനുള്ള അല്ലെങ്കിൽ അതിനൊരു സമ്മാനം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അടുത്തതായിട്ട് ചതുർഗ്രഹ യോഗത്തിൻ്റെ ഭാഗ്യം കൊണ്ടും കൂടാതെ വ്യാഴത്തിൻ്റെയും ശനിയുടെയും അനുഗ്രഹം കൊണ്ടും ഈ കോടീശ്വര യോഗത്തിലേക്കും ധനധാന്യ സമ്പൽ സമൃദ്ധിയിലേക്കും ഈ ലോട്ടറി ഭാഗ്യത്തിലേക്കും വരുവാൻ സാധ്യതയുള്ള ഒരു രാശി എന്ന് പറയുന്നത് തുലാം രാശിക്കാരാണ്. അപ്പം തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം 6-ൽ ശനി നിൽക്കുന്നു, 9-ൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു, രാഹു കേതുക്കൾ യഥാക്രമം കുംഭത്തിലും ചിങ്ങത്തിലുമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ ചതുർഗ്രഹ യോഗം ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത് 4-ലാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ ചതുർഗ്രഹം സംഭവിച്ചെങ്കിൽ മാത്രമേ അതിന് പരിപൂർണമായിട്ട് ഫലം കിട്ടത്തുള്ളൂ. അപ്പം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തുലാം, വൃശ്ചികം, ധനു, മകരം 4-ാം ഭാവത്തിലാണ് ചതുർഗ്രഹ യോഗം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചതുർഗ്രഹ യോഗം എന്ന് വെച്ചാൽ വർഷങ്ങളൊന്നും നീണ്ടിരിക്കത്തില്ല, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് സംഭവിക്കുന്നത് 13, 14, 15, 16 ഈ 4 ദിവസങ്ങൾ കൊണ്ടാണ് ഗ്രഹങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് 31 വരെയാണെങ്കിൽ 31-ാം തീയതി വരെ ആ മകരം രാശിയിൽ നിൽക്കുന്നത്. ഈ സമയത്തിനുള്ളിലാണ് നമുക്ക് നറുക്കെടുപ്പ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഈ രാശിക്കാരുടെ പേര് പറയുന്നത്. അപ്പം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കേന്ദ്രഭാവത്തിൽ ചതുർഗ്രഹ യോഗം സംഭവിച്ചിരിക്കുന്നത് കൊണ്ട്, അല്ലാതെ ശനിയും വ്യാഴവും ഒക്കെ നല്ല ഭാവത്തിലായതുകൊണ്ട് തീർച്ചയായിട്ടും തുലാം രാശിക്കാർക്കും ഈ 1-ാം സമ്മാനമോ 2-ാം സമ്മാനമോ അടിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ തുലാം രാശിക്കാർ ഉൾപ്പെടും. അവർക്കും ഇത് ബാധകമാണ്. അപ്പോൾ നമ്മളിപ്പം ഇടവം രാശിക്കാരെ പറഞ്ഞു, മിഥുനം രാശിക്കാരെ പറഞ്ഞു, കന്നി പറഞ്ഞു, തുലാം പറഞ്ഞു. അടുത്തതായിട്ട് ഈ ചതുർഗ്രഹ യോഗം കൊണ്ടും ബാക്കിയുള്ള പ്ലാനറ്റ്സിൻ്റെ പൊസിഷൻ കൊണ്ടും ഈ ലോട്ടറി ഭാഗ്യം ലഭിക്കുവാൻ അർഹതയുള്ള രാശിക്കാരെന്ന് പറഞ്ഞാൽ മകരം രാശിക്കാരാണ്. അപ്പോൾ മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശനി എന്ന് പറയുന്നത് മകരം രാശിയുടെ 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു 3-ൽ ശനി വന്നാൽ മുടി വെച്ച് വാഴും. അപ്പം തീർച്ചയായിട്ടും 3-ൽ ശനി നിൽക്കുന്നു. വ്യാഴം എന്ന് പറയുന്നതാണെങ്കിൽ അവർക്ക് പിന്നെ മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം 6-ലാണ് നിൽക്കുന്നത്. 6-ൽ വ്യാഴം നിൽക്കുന്നെങ്കിലും ആ വ്യാഴം അത്ര ദോഷമൊന്നും ചെയ്യത്തില്ല. അത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തപ്പം പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടുത്തെ മകരം രാശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ചതുർഗ്രഹ യോഗം സംഭവിച്ചിരിക്കുന്നത് മകരം രാശിയിൽ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം മകരം രാശിയിൽ തന്നെ ചതുർഗ്രഹ യോഗം സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യത്തിനുള്ള അർഹത മകരം രാശിക്കാർക്കുമുണ്ട്. അപ്പം മകരം രാശിയിലുള്ള ആൾക്കാർ ആരെങ്കിലും ലോട്ടറി എടുത്തെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതല്ല എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളും പോയി ഒരു ലോട്ടറി എടുത്ത് നിങ്ങൾക്ക് ഫലം അത് പരീക്ഷിക്കാവുന്നതാണ്. അത് തന്നെയുമല്ല, ഇനിയും വേറൊരു പ്രത്യേകതയുണ്ട്. ഇത് 2026 സൂര്യവർഷമാണ്. അപ്പോൾ 1 ഈ വർഷത്തിൻ്റെ ന്യൂമറോളജി പറഞ്ഞ സമയത്ത് ഞാൻ പറയുന്നത് 1 വർഷത്തിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആണെങ്കിൽ നമുക്ക് ലോട്ടറി എടുക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ 24. അപ്പോൾ 2 + 4 = 6 ആസ് പെർ ന്യൂമറോളജി. അപ്പോൾ സൂര്യനും ശുക്രനും തമ്മിലാണെങ്കിൽ ശത്രുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സൂര്യവർഷത്തിൽ ഈ ലോട്ടറി എടുക്കുന്നത് കൊണ്ടും ന്യൂമറോളജിക്കലി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ചതുർഗ്രഹ യോഗം സംഭവിച്ചിരിക്കുന്നത് ശനിയുടെ രാശിയിലാണ്. അപ്പം ശനിയും സൂര്യനും തമ്മിൽ ശത്രുക്കളാണ്. അപ്പം ശനിയും സൂര്യനും തമ്മിൽ ശത്രുക്കളാകുമ്പോൾ ചതുർഗ്രഹ യോഗം കൊണ്ട് ഭാഗ്യം സിദ്ധിക്കുന്ന രാശിക്കാർ എന്ന് പറയുന്നത് മകരം, കുംഭം രാശിക്കാർ, അതുപോലെ ഇടവം, തുലാം രാശിക്കാർ, അതുപോലെ മിഥുനം, കന്നി രാശിക്കാർ. ഈ രാശികളുടെയൊക്കെ അധിപൻ എന്ന് പറയുന്നത് ശനി, ശുക്രൻ, ബുധൻ. ഇവർ 3 പേരും ഒരു ടീമാണ്. ശനി, ശുക്രൻ, ബുധൻ ഈ പറയുന്ന 3 രാശിക്കാരും ഒരു ടീമാണ്. അതുപോലെ തന്നെ വ്യാഴം, സൂര്യൻ, ചൊവ്വ ഇവരൊക്കെ മറ്റൊരു കാറ്റഗറി വരുന്ന, ചന്ദ്രൻ ഇവരൊക്കെ മറ്റൊരു കാറ്റഗറി വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ
വർഷത്തെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ അടിക്കാനുള്ള ഭാഗ്യം ഉള്ള രാശിക്കാരെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ശനിയുടെ ക്ഷേത്രത്തിലുള്ള ആൾക്കാരോ ശുക്രൻ്റെ ക്ഷേത്രത്തിലുള്ള ആൾക്കാരോ ബുധൻ്റെ ക്ഷേത്രത്തിലുള്ള ആൾക്കാരോ ആയിരിക്കും തീർച്ചയാണത്. അല്ലാതെ ഉള്ള ക്ഷേത്രത്തിലുള്ള ആൾക്കാർക്ക് അടിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചതുർഗ്രഹ യോഗം അവരുടെ രാശിയിൽ തന്നെ സംഭവിച്ചിരിക്കുന്നത് കൊണ്ടും ശനി എന്ന് പറയുന്ന ഗ്രഹം 3-ൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും തീർച്ചയായിട്ടും ഈ ലോട്ടറി ഭാഗ്യത്തിനുള്ള അർഹത മകരം രാശിക്കാർക്കുണ്ട്. അടുത്തതായിട്ട് അവസാനമായിട്ടുള്ള രാശിക്കാരാണ് കുംഭം രാശിക്കാർ. കുംഭം രാശിക്കാർ അവർ 7 ശനിയൊക്കെ അനുഭവിച്ച് ജന്മശനിയൊക്കെ അനുഭവിച്ച് ഇപ്പോൾ 2ലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് ലഗ്നാധിപൻ മാറിയിരിക്കുന്നു, ശനി മാറിയിരിക്കുന്നു, ലാഭസ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ആണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു. അപ്പം ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും നല്ല സമയമാണ്. കൂടാതെ ഈ ചതുർഗ്രഹ യോഗം സംഭവിച്ചിരിക്കുന്നത് ഇവരുടെ 12-ലാണ്. കാരണം പൊതുവെ പാവഗ്രഹങ്ങൾക്ക് ഭാഗ്യം കൂടുതൽ കൊടുക്കുന്ന രാശികളെന്ന് പറഞ്ഞാൽ 3, 6, 8, 12 ഭാവങ്ങളാണ് പാവഗ്രഹങ്ങളൊക്കെ കൂടുതൽ ഇത് കൊടുക്കുന്നത്, ഭാഗ്യം കൊടുക്കുന്നത്. അത് തന്നെയുമല്ല, ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചൊവ്വ എന്ന് പറയുന്നതും ഈ ചതുർഗ്രഹത്തിൽ, അതായത് സൂര്യൻ, ചൊവ്വ, ശുക്രൻ, വ്യാഴം, സൂര്യൻ, ചൊവ്വ, ശുക്രൻ, ബുധൻ, ഈ 4 ഗ്രഹങ്ങൾ കൂടിയാണ് ചതുർഗ്രഹ യോഗം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 4 ഗ്രഹങ്ങളും ശനിയുടെ രാശിയിലാണ് ഉണ്ടാക്കുന്നത്. അത് തന്നെയുമല്ല, ഈ ചതുർഗ്രഹ യോഗം എന്ന് പറയുമ്പോൾ കുംഭരാശിക്കാരുടെ 10ാം ഭാവമാണ് വൃശ്ചികം എന്ന് പറയുന്നത്. ആ വൃശ്ചികത്തിൻ്റെ അധിപനാണ് ഉച്ചസ്ഥനായിട്ട് ഈ രാശിയിൽ വന്ന് നിൽക്കുന്നത്, മകരം രാശിയിൽ വന്നിരിക്കുന്നത്. മകരം രാശി ചൊവ്വയുടെ ഉച്ചക്ഷേത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കുംഭക്കൂറുകാർക്കും ഈ ഒരു ലോട്ടറി ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും രാശിക്കാർക്കാണ് ശരിക്കും പറഞ്ഞാൽ 2026 ജനുവരി മാസം 24-ാം തീയതി എടുക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിൽ ഭാഗ്യം കൊണ്ട് ധാന്യ സമ്പദ് സമൃദ്ധിയിലേക്ക് പോകുവാൻ പറ്റുന്ന ആൾക്കാർ. അപ്പോൾ 1ാം സ്ഥാനത്തിനും 2ാം സ്ഥാനം എന്ന് പറയുന്ന 20 പേർക്കുള്ള 1 കോടി രൂപയ്ക്കും അർഹരായിട്ടുള്ള വ്യക്തികൾ ഇവർ തന്നെയായിരിക്കും. ബാക്കിയൊക്കെ ഉള്ള 3ാം സമ്മാനം മുതൽ 10ാം സമ്മാനം വരെയുള്ള ബാക്കി പലർക്കും ജാതകത്തിലെ ഗ്രഹത്തിൻ്റെ നല്ല സ്ഥാനത്താണെങ്കിൽ പൊസിഷൻസൊക്കെ അനുസരിച്ച് കിട്ടുമെങ്കിൽ പോലും 1ാം സമ്മാനത്തിനും 2ാം സമ്മാനത്തിനും അർഹരായിട്ടുള്ള ആൾക്കാർ ഈ പറഞ്ഞ 6 രാശിയിൽ വരുന്ന ആൾക്കാരായിരിക്കും. അപ്പം കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിന് 1/4 ഭാഗം. അപ്പോൾ ഇതാണ് ഈ ലോട്ടറിയെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ഒരു രാജവശ്യ യന്ത്രം, മഹാലക്ഷ്മിയുടെ ധനാകർഷണ മന്ത്രം 1,08 പ്രാവശ്യവും മഹാവിഷ്ണുവിൻ്റെ ധനാകർഷണവും തൊഴിൽ വശ്യവും കൂടെ 1,08 പ്രാവശ്യം ജപിച്ച രാജവശ്യ യന്ത്രം, ധനരാജ്യവശ്യ യന്ത്രം, അതായത് ധനവും തൊഴിലും നമ്മളിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഒരു വശ്യയന്ത്രം നമ്മൾ വേൾഡ് വൈഡായിട്ട് ഇത് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക. അത് ഗോൾഡിലും സിൽവറിലും നിർമ്മിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആണെങ്കിൽ അതിൻ്റെ വിലയും അല്പം കൂടുതലാണ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇപ്പോഴത്തെ സ്വർണ്ണത്തിൻ്റെ വെള്ളിയുടെയൊക്കെ വില നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണെങ്കിൽ UAE-ക്കുള്ളിലും ഇന്ത്യയിലാണെങ്കിൽ വിതിൻ 3 ഡേയ്സ് നിങ്ങൾക്ക് ഡെലിവറി കിട്ടുന്നതായിരിക്കും. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ അനുസരിച്ചുള്ള സമയമെടുക്കും. അപ്പം ഇത് മെയിനായിട്ടും ധനത്തിനെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ്. തൊഴിൽപരവും ധനപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് മേടിച്ച് ഇത് പറയുന്ന രീതിയിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രാപ്തി ഉണ്ടാകും. ഒരുപാട് ആൾക്കാർ മേടിക്കുന്നുണ്ട്. പക്ഷേ ഇത് ആദ്യം നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരിക. നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മളിത് തരത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എത്ര പൈസ എന്ന് പറഞ്ഞാലും അത് തരില്ല. കാരണം അങ്ങനെ തരാനായിട്ട് പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും രാജവശ്യയന്ത്രം ആവശ്യമുള്ളവർ എന്നെ സമീപിക്കുക. എൻ്റെ ദുബായിലെ നമ്പർ 05861267999. അതുപോലെ തന്നെ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർ അസ്ട്രോളജിക്കൽ, പാരാസൈക്കോളജിക്കൽ, ന്യൂമറോളജിക്കൽ അല്ലെങ്കിൽ ഹിപ്നോട്ടിക്കൽ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർക്കും നേരിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പറിലേക്ക്. അതുപോലെ തന്നെ ഓൺലൈൻ കൺസൾട്ടേഷനും ഓഫ്ലൈൻ കൺസൾട്ടേഷനും രണ്ടും അവൈലബിൾ ആണ്. അപ്പം ഇത്രയാണ് നമുക്ക് ലോട്ടറിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ രാശിക്കാർ, ഇടവൻ രാശി, മിഥുനം രാശി, കന്നി, തുലാം, മകരം, കുംഭം, ഈ രാശിക്കാർ ലോട്ടറി എടുത്തെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി. അതിൽ ആരെങ്കിലും ലോട്ടറി എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ രാശിക്കാരെ എടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി ലോട്ടറി എടുക്കുക. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഞാൻ ലോട്ടറി എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയല്ല.
പക്ഷേ ഇത് ഇത്രയും വലിയൊരു തുകയായതുകൊണ്ടും ഏജൻറ്റ് ഉൾപ്പെടെ 22 ആൾക്കാർ കോടീശ്വരയാകാൻ പോകുന്നതുകൊണ്ടുമാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത്. അല്ലാതെ ഓരോ വ്യക്തിക്കും വേണ്ടി മാത്രമാണ് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോട്ടറി എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി ലോട്ടറി എടുക്കുക. എല്ലാവർക്കും ഭാഗ്യവും സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. തൽക്കാലം നിർത്തുന്നു. ശ്യാം എസ് സുന്ദർ. താങ്ക് യു വെരി മച്ച്.